ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഇതിനു മുമ്പ് ഞാൻ കാണിക്കാത്ത ഒരു മെറ്റീരിയൽ ആണ്. അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഈ ഓർഗൻസ മെറ്റീരിയലിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പം അതിന് പല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പെർ മീറ്റർ 400 ആയിട്ടുള്ള റേഞ്ചിലുള്ള മെറ്റീരിയൽസും അവൈലബിൾ ഉണ്ട്. 600 rupees പെർ മീറ്റർ വരുന്ന ഓർഗൻസ മെറ്റീരിയലും അവൈലബിൾ ഉണ്ട്. ചില കടയിലൊക്കെ പെർ മീറ്റർ 100 rupeesനുള്ളത് ഓർഗൻസ അവൈലബിൾ ആണ്. അതിന് ഭയങ്കര ഒരു ഷൈനിങ് എഫക്റ്റും ഒക്കെയാണ്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു ഗുഡ് ക്വാളിറ്റി ഓർഗൻസ അല്ല എന്ന്. അപ്പോൾ മേടിക്കുമ്പോൾ ഒരു 400+ റേഞ്ചിലുള്ള ഒരു ഓർഗൻസ മേടിക്കുവാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുക. നമുക്ക് ഉടുത്താലും ഒരു ഭംഗി കിട്ടണമെങ്കിൽ ആ ഒരു റേഞ്ചിൽ 400+ലുള്ള ഓർഗൻസ മെറ്റീരിയൽസ് ആയിരിക്കും നല്ലത്. അപ്പം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ആ മെറ്റീരിയലിൽ നമുക്ക് ഈ ഓർഗൻസ മെറ്റീരിയൽ എല്ലാ ഷെയ്ഡ്സിലും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് ഡൈ ചെയ്യുന്ന ആൾക്കാരിൽ കൊടുത്താൽ നമ്മൾ പറയുന്ന കളറിൽ അവർ ഡൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡൈ ചെയ്ത് ഒരു കളർ സാരിയിലാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫുള്ളും സാരിയുടെ ഫുൾ കാണുന്ന ഭാഗമൊക്കെ നിറച്ചും എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഡോ വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഓർഗൻസ മെറ്റീരിയൽ ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന മെറ്റീരിയലിൽ എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്, അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഒന്ന് കാണുക. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ സാരിയിൽ തയ്ച്ചിരിക്കുന്ന ഡിസൈനിൻ്റെ ബ്ലൂ പ്രിന്റ് ഏറ്റവും അവസാനം വീഡിയോയുടെ അവസാനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഈ ഒരു സാരിയിൽ ആദ്യം വർക്ക് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഗൻസ സാരി. ഇതിൻ്റെ അകത്ത് വർക്ക് 2 ബോർഡറിൽ ഇതുപോലെ ഷാഡോ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഈ ഒരു ബോർഡറിലും ഫുൾ 5.5 മീറ്റർ ഇതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ഒരു ബ്രൈറ്റ് കളർ അല്ല, ഒരു മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കറിന്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. ഫുൾ ബോർഡറിൽ കൂടെ ഇങ്ങനെ പോയേക്കുവാണ്. ഫ്ലവറും ലീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയേക്കുവാണ്. ഇതിൻ്റെ ഇങ്ങനെ ബോർഡർ ഫുള്ളും ഇതുപോലെ വർക്കുണ്ട്. അതുപോലെ തന്നെ ബോഡി പോർഷനിലും ഇതുപോലെ തന്നെ വർക്കുണ്ട്. ഇങ്ങനെ ഡയഗണലി ആണ് ഡിസൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ പല്ലൂലും നോക്കുവാണെങ്കിൽ നമുക്ക് 1 ലെയർ ആയിട്ട് ഇടുക. അതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുത്തിടുക. അപ്പോൾ പല്ലൂലും ഇതുപോലെ തന്നെ നിറച്ചും ഡിസൈനാണ്. ഇങ്ങനെ ഡയഗണലി തയ്ച്ചിരിക്കുവാണ്. അപ്പൊ 2 സൈഡിലും ഉണ്ട്. ഈ സൈഡിൽ ഇതുപോലെ വന്നിട്ട് നമ്മുടെ വയറിന്റെ അവിടെ വന്ന് കുത്തുന്ന ആ ഒരു പോർഷനിൽ വരെ ഈ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇവിടെ കാണുന്ന ആ ഒരു ഏരിയ വരെയാണ് ഡയഗണലി ഡിസൈൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡയഗണലി ഡിസൈൻ വരുന്നില്ല. ഇപ്പൊ കാണുന്ന ആ ഒരു പോർഷൻ വരെ എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് വളഞ്ഞു പോകുന്ന അവിടെ വരെ നമ്മുടെ ഡയഗണലി ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സിലാണ് ഡിസൈൻ. പ്ലീറ്റ്സിൽ ഫുൾ പ്ലീറ്റ്സിലും സ്ട്രെയിറ്റ് ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നോട്ട് ഇട്ട് തന്നെ പോകണം. ഓരോ ലീവ്സിനായാലും സ്റ്റെംസിനായാലും ഇതെല്ലാം നമ്മൾ തയ്ച്ചിരിക്കുന്ന 2 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. 1 strand അല്ല, 2 strands. ഇതിനു മുമ്പ് ഞാനൊരു ഇതിൽ 1 strand ഇട്ട് തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് അങ്ങനെ 1 strand ഇട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇത്രയും ഹെവി വർക്ക് ആയതുകൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ 2 strands ഇട്ട് തയ്ച്ചിരിക്കുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ഓർഗൻസ സാരി. ഇപ്പോൾ ഓർഗൻസ സാരി വളരെ ട്രെൻഡാണ്. അതുപോലെ തന്നെ ഷാഡോ വർക്കും അതുപോലെ തന്നെ വളരെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കട്ട് വർക്കും അതുപോലെ തന്നെ ഷാഡോ വർക്കുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പം ഈ ഷാഡോ വർക്ക് സാരിയിലകത്ത് നമുക്ക് ഇതിൻ്റെ ഈ വർക്കിൻ്റെ കളറിലുള്ള ബ്ലൗസ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇതൊരു ആഷ് കളർ, ഇച്ചിരി ഡാർക്ക് ആഷ് കളർ സാരിയാണ്. അപ്പോൾ ആ ഒരു സാരിയുടെ നല്ല സിൽക്കിൻ്റെ ബ്ലൗസും അല്ലെങ്കിൽ ഓർഗൻസ മെറ്റീരിയലിൻ്റെ തന്നെ എടുത്ത് ബ്ലൗസ് തയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മൾട്ടി ഷെയ്ഡിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ബ്ലൗസ്, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് നല്ല ആക്സസറീസ് വിടുകയാണെങ്കിൽ കുറച്ചൊരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഹെവി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ
ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഇത് വരുന്നത്. ഇനി ഞാൻ പ്ലീറ്റ്സിൻ്റെ ഇത് ശരിക്കും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അത് പ്ലീറ്റ്സിൽ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമുക്ക് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ബോർഡറിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് പ്ലീറ്റ്സ് ഫുള്ളും ഇങ്ങനെ മേലിൽ നിന്ന് താഴത്തുനിന്ന് മേളിലോട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു 12 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ പ്ലീറ്റ്സിൽ മുഴുവൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്ലീറ്റ്സും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്ലീറ്റ്സിൽ വരുന്നത്, ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഇവിടം വരെ ബോർഡർ ഇങ്ങനെ താഴത്തേക്കൂടെ വരുന്നുണ്ട്. പ്ലീറ്റ്സ് വരുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഡിസൈനിങ് വരുന്നത്. ഇതൊരു 12 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസൈനിങ് വരുന്നത്. ഇതിങ്ങനെ ഒരു 8 ഡിസൈൻസ് ആണ് പ്ലീറ്റ്സിൽ വരുന്നത്. ഇങ്ങനെ ഓരോ പ്ലീറ്റ്സിൻ്റെ ഇടയിൽ ഇതുപോലെ 8 ഡിസൈൻസ് വരുന്നുണ്ട് പ്ലീറ്റ്സിൻ്റെ അകത്ത്. അങ്ങനെ ഇങ്ങനെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ വരെ ഇതുപോലെ പ്ലീറ്റ്സിലും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഓർഗൻസ മെറ്റീരിയലും അതുപോലെ തന്നെ കളർ കോമ്പിനേഷനും നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസ സാരി. അപ്പോൾ ഈ സാരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓർഗൻറ്റി പോലെ നല്ല ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വേണമെങ്കിൽ പറയാം. ഓർഗൻറ്റിനേക്കാളും സീ ത്രൂ ആണ് ഓർഗൻസ മെറ്റീരിയൽ. അത്ര ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഡിസൈനൊക്കെ താഴെ വെച്ചിട്ട് സുഖമായിട്ട് വരയ്ക്കാമെന്ന് എളുപ്പമാണ്. കാർബൺ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ആകെയുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓർഗൻറ്റിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെക്കോട്ടയിൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് അടിയിൽ വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് വരയ്ക്കാം. അതേ സമയത്ത് ഓർഗൻസ മെറ്റീരിയലിലാണെങ്കിൽ ഇതിങ്ങനെ തെന്നി പോകും. ഈ മെറ്റീരിയലിന് തീരെ കട്ടിയില്ല, അതുപോലെ തന്നെ തെന്നി പോണ മെറ്റീരിയലും ആയതുകൊണ്ട് വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഡിസൈൻ വരയ്ക്കാൻ. അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഷിഫോൺ മെറ്റീരിയലൊക്കെ വരയ്ക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വരയ്ക്കുമ്പോഴും ഫേസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസൈൻ സാരിയുടെ താഴെ ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് സാരിയുടെ താഴെ വെച്ചിട്ട് ഇതുമാതിരി സാരിയുടെ താഴെ വെച്ചിട്ട് മേലിൽ നോക്കി ഇതിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇതൊരു കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്കിങ്ങനെ കൈകൊണ്ട് നല്ലോണം ഒരു കൈകൊണ്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. അതേസമയത്ത് വലിയ ഡിസൈൻ ആണെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കൈയും വേദന എടുക്കും, അതുപോലെ തന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 ഡിസൈൻസ് ഉണ്ട്, 50+ ഡിസൈൻസ് ഉണ്ട്. ഇതുപോലത്തെ ഈ ഒരു മോഡൽ ഞാൻ കാണിച്ച ഡിസൈനിൻ്റെ ആ ഒരു പാറ്റേൺ 50 ഡിസൈൻസാണ് തയ്ച്ചിരിക്കുന്നത് ഈ ഹോൾ സാരിയിൽ. അപ്പോൾ അത്രയും വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറേ സമയമെടുക്കും. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈക്കും വേദനയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം സ്ട്രെച്ച് ചെയ്തിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും പേപ്പർ വെയിറ്റൊക്കെ നമുക്ക് കിട്ടില്ലേ, അതുപോലെ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം നമ്മൾ ഈ ഡിസൈനിൻ്റെ സാരിയുടെ കോർണേഴ്സിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ സാരി തെന്നി പോകുന്നത് കുറച്ച് അവോയ്ഡ് ചെയ്യാം. ഇത് വെയിറ്റ് എടുത്ത് വെച്ചിട്ടും വീണ്ടും നമുക്കിങ്ങനെ പിടിക്കേണ്ട വരും. എന്നാലാണ് നല്ല കൃത്യം പോയിന്റിൽ തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ തെന്നി പോകും. ഇതിനൊരു ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പിടിക്കുമ്പോൾ അവിടെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് വരും. അപ്പം ഡിസൈൻ മാറി പോകും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒരു കുഞ്ഞ് ഡിസൈൻ, ഇത് വലിയ ഡിസൈൻ ആണെങ്കിൽ ഉള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഫ്ലവറും ഈ ഒരു തണ്ടും മാത്രമേ നമുക്ക് വരയ്ക്കേണ്ടയുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫ്രെയിം ഇട്ട് ഈ എവിടെയാണ് നമ്മൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അങ്ങ് ഫ്രെയിം ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ നല്ലോണം ഫ്രെയിം ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനിയിപ്പം ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ഇനി ഇതിൻ്റെ അടിയിൽ ഡിസൈൻ വെച്ചിട്ട് നമുക്ക് മേലിൽ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയും ഡിസൈൻ വരച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇതുപോലെ അപ്പോൾ ഞാൻ വരയ്ക്കുന്ന മാതിരി ഞാൻ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ഡിസൈൻ വന്നിട്ടുണ്ട്, കണ്ടോ? തീരെ ലൈറ്റായിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതിപ്പം ഈ ഓർഗൻസ മെറ്റീരിയലിൽ മാത്രമല്ല, ഷിഫോൺ, ജോർജറ്റ് അങ്ങനെയുള്ള മെറ്റീരിയൽ, സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലിലൊക്കെ ഇങ്ങനെ ഡിസൈൻ വരച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് തെന്നി പോകത്തില്ല, ആ സെയിം പോയിന്റിൽ തന്നെ നമുക്ക് കിട്ടാം.
ഒഴുക്ക് ഉള്ള മെറ്റീരിയലിലൊക്കെ ഡിസൈൻ വരയ്ക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ തന്നെ ഡിസൈൻ വരച്ചു കഴിഞ്ഞു. ഇത് സിംഗിൾ പീസ് ഡിസൈൻസ് ആണെങ്കിൽ മാത്രമാണ് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ പീസ് അങ്ങനത്തെ മോട്ടീവ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് നല്ലോണം വെച്ചിട്ട് നല്ല വെയിറ്റുള്ള സാധനം 4 സൈഡിലും വെക്കുക. 4 5 സ്ഥലത്ത് വെച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഡിസൈൻ വരയ്ക്കുക. അപ്പം തെന്നിപ്പോലെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇനി ഈ ഒരു ഡിസൈൻ നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്യുന്നത്. തീരെ ലൈറ്റായിട്ട് ഞാൻ വരച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ലൈറ്റ് കളർ ത്രെഡാണ്. മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് ആങ്കറിൻ്റെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ത്രെഡ് ഈ ഒരു സാരിയിൽ എനിക്ക് തോന്നുന്നത് മോർ ദാൻ 20 നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു സാരി തീർക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നൂല് ഞാൻ 2 strands ആണ് എടുത്തിരിക്കുന്നത് ഷാഡോ വർക്ക് ചെയ്യാനായിട്ട്. ഇതാണ് അതിൻ്റെ കളർ കോഡ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കളർ കോഡ്. 1320 ആണ് അതിൻ്റെ കളർ കോഡ്. മൾട്ടി ഷെയ്ഡാണ്. ഒരു പിങ്ക്, ലൈറ്റ് പിങ്കും ലൈറ്റ് പീച്ചും അങ്ങനെ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്സ്, ഈ 3 ഷെയ്ഡ്സാണ് വരുന്നത്. ബേബി പിങ്കും ബേബി പീച്ച് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ പീച്ച് കളറും തീരെ ലൈറ്റായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ്സ്, ഈ 3 ഷെയ്ഡ്സാണ് ഈ ഒരു മൾട്ടി കളർ ത്രെഡിൽ വരുന്നത്. അപ്പോൾ ഇതൊരു റെയർ കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് ത്രെഡിൽ വരുന്ന റെയർ ആയിട്ടുള്ള കളേഴ്സാണ്. അപ്പം അതുകൊണ്ട് തയ്ക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചിട്ട് ഷാഡോ വർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നാലാണ് കുറച്ചുകൂടെ വൃത്തിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിട്ട് പിന്നെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നേക്കാളും നല്ലത് ആദ്യം അങ്ങ് നമുക്ക് സാറ്റിൻ അങ്ങ് തയ്ക്കാം. ഇവിടെ ഈ ഒരു മുട്ടിന് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്, എന്നിട്ടാണ് ഷാഡോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും തയ്ക്കാം. ഞാനിവിടെ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. അതും 2 strands ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഷാഡോ വർക്ക് 1 strand ഇട്ട് തയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ചുകൂടെ ഭംഗി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എപ്പോഴും ഭംഗി. പക്ഷേ ഇത്രയും ഡിസൈൻസ് നമ്മൾ 1 strand ഇട്ട് തയ്ക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമുക്ക് തയ്ച്ച് തീരാനേ സമയം ഒത്തിരി എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ 2 strands ഇട്ട് തയ്ക്കുന്നത്. ഒത്തിരി ഡിസൈൻസ് വരുമ്പോൾ നമുക്ക് 2 strands ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് തീരുമല്ലോ, കുറേ നാളുകൾ അതിൻ്റെ പുറകെ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് അടുപ്പിച്ച് തയ്ക്കുകയാണ്. നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ ഷാഡോ വർക്ക് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഷാഡോ വർക്ക് തയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ മേളിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കുക, താഴത്തോട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ മേളിലെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്ത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ താത്ത് സെയിം ഹോള് തന്നെ ആയിരിക്കണം. ഇതുപോലെ നമുക്ക് ഫുള്ളും ഫിനിഷ് ചെയ്തെടുക്കണം. ഈ സാരിയിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ തന്നെ ഒരു പ്രത്യേക കളർ കോമ്പിനേഷനാണ്. ഇതുപോലെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ക്രോസ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. എന്തോരം അടുപ്പിച്ച് തയ്ക്കാമോ അത്രയും നല്ലത്.
അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും നമ്മൾ തയ്ച്ചതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെ ഇരിക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ ബാക്കിൽ ക്രോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ഫുള്ളും തയ്ച്ച് വരുമ്പോൾ ബാക്ക് മുഴുവൻ ക്രോസ് ആയിട്ടിരിക്കണം. എന്നാലാണ് അതിൻ്റെ അടുത്തടുത്തും ഇരിക്കണം. എന്നാലാണ് പുറകിൽ സാറ്റിൻ സ്റ്റിച്ച് പോലെ അത്രയ്ക്ക് അടുപ്പിച്ച് വരാൻ പറ്റും. അത്ര നല്ലതെന്ന് പറയും. അത്രയ്ക്ക് അടുപ്പിച്ച് വേണം. അപ്പോൾ ക്രോസ് ശരിക്കും തിക്കായിട്ടിരിക്കണം, ഒട്ടും ഗ്യാപ്പില്ലാണ്ട്. ആ ഒരു ക്രോസ് അങ്ങനെ ഷാഡോ വർക്ക് ചെയ്യുന്നതിനാണ് കൂടുതൽ ഭംഗി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പെറ്റൽ മുഴുവൻ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ എത്ര ഗ്യാപ്പ് കൂടുതലാണ്, എന്നാൽ ഇവിടെ അടുത്തടുത്താണ് വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് മേലിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ ഗ്യാപ്പ് കുറച്ചിട്ട് തയ്ച്ചാലാണ് ഭംഗി കൂടുതൽ എന്ന് കാണിക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ സ്റ്റെം സ്റ്റിച്ചുമാണ് ഈ ഒരു സാരിയിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 സ്റ്റിച്ചസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും സാറ്റിൻ സ്റ്റിച്ചും ഷാഡോ വർക്കും. അപ്പോൾ ഷാഡോ വർക്ക് തയ്ക്കാനായിട്ടുള്ള ഈ ഒരു പാറ്റേൺ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും വീഡിയോയുടെ അവസാനം. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു മീഡിയം സൈസ് വെച്ചിട്ട് വേണം സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക, എന്ന് വെച്ചാൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തയ്ക്കാനായിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. തീരെ കുഞ്ഞതാണെങ്കിൽ ഈ കർവ്സൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം സൈസ് വേണം. ഫ്ലവറിനൊക്കെ ഒരു മീഡിയം സൈസ് വെച്ചിട്ട് വേണം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ. അതുപോലെ തന്നെ ഒത്തിരി വലുതും ആവരുത്. ഒത്തിരി വലുതായാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഫ്രെയിം ടൈറ്റൻ ചെയ്ത് വെച്ചാലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ ലൂസായിരിക്കും. ഈ ക്രോസ് നൂല് ഒത്തിരി വിട്ടിലാണ് നമ്മൾ വലിക്കണേ എന്നുണ്ടെങ്കിൽ ഇത് ലൂസായിട്ട് വരും. അപ്പോൾ ഒത്തിരി വലുതായിട്ട് ഫ്ലവർ എൻലാർജ് ചെയ്ത് തയ്ക്കുകയും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.